UDF-ന്റെ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ ഇത്തരം രീതിയിലുള്ളൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത സംവിധാനങ്ങളുമായി പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരം രീതിയിലുള്ളൊരു പത്രസമ്മേളനം വിളിച്ചു വരുന്നത്. കഴിഞ്ഞ 28-ാം തീയതിയോടുകൂടി, ഫെബ്രുവരി മാസം കൃത്യമായി പറഞ്ഞാൽ 28-ാം തീയതിയോട് കൂടിയിട്ട് ആലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് അംഗമായിട്ടുള്ള PK മുഹമ്മദ് അഷ്റഫ് 3 മാസത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ കൃത്യമായി പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്ട് 35 പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലോ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗങ്ങളിലോ തുടർച്ചയായുള്ള 3 മാസങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 35 പ്രകാരം അദ്ദേഹം അയോഗ്യനാണ്. അതുപ്രകാരം അദ്ദേഹം അയോഗ്യനായതിൻ്റെ പേരിൽ സെക്ഷൻ 36 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ഇത് ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് ബോധിപ്പിക്കേണ്ടതൊന്ന് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു 18 മെമ്പർമാരിൽ ആർക്കെങ്കിലും എന്നല്ല 18 പേർക്ക് വേണമെങ്കിൽ അവർക്കും അയക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന മെമ്പർ പ്രതിദാനം ചെയ്യുന്ന 1-ാം വാർഡിലെ ഏതെങ്കിലും ഒരു വോട്ടർ, ഏതെങ്കിലും ഒന്നല്ല, ആ ഭാഗത്ത് വരുന്ന വോട്ടർക്ക് ഇത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യാം. അത്തരം രീതിയിലുള്ള റിപ്പോർട്ടിങ് പഞ്ചായത്തിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കാളാച്ചാലിലെ വോട്ടറുടെ ഭാഗത്തുനിന്നൊക്കെ അത്തരം രീതിയിലുള്ള റിപ്പോർട്ടിങ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മെമ്പർക്ക് പിന്നീടുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 37 ക്ലോസ് 2 വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു ചാൻസ് ഈ വ്യക്തിക്ക് കൊടുക്കാം. എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ അദ്ദേഹം ഒരു റീസ്റ്റോറേഷനിലുള്ള മാപ്പപേക്ഷ, ഒരു അഭ്യർത്ഥന പഞ്ചായത്തിന് കൊടുക്കണം. ആ അഭ്യർത്ഥനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അഭ്യർത്ഥന കൊടുക്കുമ്പോൾ ആദ്യത്തെ ബോർഡിലോ അല്ലെങ്കിൽ 2ാമത്തെ ബോർഡിലോ, അതും അല്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അയോഗ്യനായിരിക്കുന്നു എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കത്ത് ഈ പറയുന്ന വ്യക്തി കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിലോ അദ്ദേഹത്തിന് റിസ്റ്റോറേഷൻ ലെറ്റർ നൽകാം. അത്തരം രീതിയിലുള്ള ഒരു ലെറ്ററും ഇന്നലെ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗം ഉണ്ടായിരുന്നു. 11/3/2024 തിങ്കളാഴ്ച ഇന്നലെ ഭരണസമിതി യോഗം ഉണ്ടായിരുന്നു. സാധാരണ അതിന്റെ ചട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരം രീതിയിലുള്ള ഒരു മെമ്പർ അയോഗ്യനാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പഞ്ചായത്തിന്റെ ഭാഗത്ത്, സെക്രട്ടറിയുടെ ഭാഗത്ത് റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ആദ്യ യോഗത്തിൽ ഇതിന്റെ റിപ്പോർട്ടിംഗ്, അതായത് അജണ്ടയോട് കൂടിയിട്ട് അവതരിപ്പിക്കണം. ഇത്തരം രീതിയിലുള്ള ഒരു അജണ്ട ഇന്നലെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ വിപരീതം എന്നോണം ഈ അയോഗ്യനാക്കപ്പെട്ട 1-ാം വാർഡ് അംഗം ഇന്നലെ ബോർഡ് യോഗത്തിലേക്ക് കയറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് കയറി വന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് കയറി വന്ന സമയത്ത് ബഹുമാനിയായിട്ടുള്ള സുജിത സുനിൽ, 13-ാം വാർഡ് അംഗം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള സുജിത സുനിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഒപ്പിടാൻ പറ്റില്ല, ഒരു തരത്തിലും ഒപ്പിടാൻ പറ്റില്ല, അയോഗ്യനാക്കപ്പെട്ട വ്യക്തി ഒരു തരത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് വരച്ച ബുക്കിൽ, അതായത് പേരെഴുതി വരച്ച ബുക്ക് അത് വെട്ടി ഒപ്പിടല്ലേ പ്രസിഡന്റ് പറഞ്ഞു, അങ്ങനെ ശരി ഒപ്പിടണ്ടാന്ന് പറഞ്ഞു. ആ യോഗത്തിന് അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ കയറിയിട്ടില്ല. ആ യോഗം പിന്നീട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ യോഗം അങ്ങനെ പിരിച്ചുവിടാണ് ചെയ്തത്. പിന്നീട് അതിന് ശേഷം ബോർഡ് യോഗത്തിൽ ഈ പറഞ്ഞ 1-ാം വാർഡ് അംഗം കടന്നു വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ല. കാരണം അദ്ദേഹം റീസ്റ്റോറേഷന് വേണ്ടി ലെറ്റർ നൽകിയിട്ടുണ്ടോ എന്ന് സെക്രട്ടറിയോട് ചോദിച്ച സമയത്ത് സെക്രട്ടറി പറയില്ല, അങ്ങനെ ഒരു ലെറ്റർ ഈ സമയമായിട്ട് നൽകിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നൽകാത്ത പക്ഷം ആ വ്യക്തിക്ക് ഒരു തരത്തിലും അന്നത്തെ ബോർഡ് യോഗത്തിൽ ഇരിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 37 ക്ലോസ് 2 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം നൽകാം. എങ്ങനെ നൽകാം? റീസ്റ്റോറേഷൻ, എന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭ്യർത്ഥന, ഒരു അപേക്ഷ പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് നൽകിയതിന് ശേഷം അത് ബോർഡ് പരിഗണിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കണം. ആ പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹം ബോർഡിലിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ക്ലോസ് പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശം അവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു തരത്തിലും അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 35, 36, 37 ആഫ്റ്റർ ദ അമെൻഡ്മെന്റ് ഓഫ് ആക്ട് by Act 13 of 1999, once a member is given an intimation under section 37 clause 2, he shall not continue as member unless permitted by appropriate interim or final order of state election commission. പ്രത്യേകമായിട്ടുള്ള ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ
ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഭാഗമോ തീരുമാനമില്ലാതെ അദ്ദേഹത്തിന് യോഗത്തിലേക്കാൻ പറ്റില്ല. ആ ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവോടുകൂടി വേണം അദ്ദേഹം ബോർഡ് യോഗത്തിലേക്ക് കയറുക. അങ്ങനെ ഒരു തരത്തിലുള്ള ഉത്തരവ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ട ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ UDF മെമ്പർമാർ പറഞ്ഞു അദ്ദേഹം യോഗത്തിലിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു ഞാനാണ് ഈ യോഗം നിയന്ത്രിക്കുന്നത്, ഞാനാണ് ഇതിന്റെ അധ്യക്ഷൻ, അതുകൊണ്ട് അദ്ദേഹം യോഗത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള അത്തരം രീതിയിൽ ധാർഷ്ട്യപരമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു തരത്തിലും UDF മെമ്പർമാർക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങളാരും അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തരത്തിൽ പഞ്ചായത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ ചട്ടത്തിന്റെ വഴിക്ക് പോട്ടെ, കൃത്യമായ രീതിയിൽ പോട്ടെ. ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് അദ്ദേഹം ഒരു മാപ്പപേക്ഷ, ഒരു അഭ്യർത്ഥന പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് നൽകിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നോട്ടെ, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. കാരണം ബോർഡ് മീറ്റിങ്ങിനൊക്കെ ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളും ബോർഡ് യോഗങ്ങളൊക്കെ പഞ്ചായത്തിന്റെ മെമ്പർമാർ, അത് ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ പ്രതിപക്ഷത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട സംഭവങ്ങളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ, പഞ്ചായത്തിന്റെ ബോർഡ് യോഗങ്ങൾ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ട് അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കേണ്ട വേദികളാണ് ബോർഡ് യോഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ. അതൊന്നും പങ്കെടുക്കാതെ അതൊന്നും കൃത്യമായ രീതിയിൽ വീഴ്ച വരുത്തിയിട്ട് വീണ്ടും അയോഗ്യനാക്കപ്പെട്ടു അല്ലെങ്കിൽ അയോഗ്യനാക്കും ഒരു കാര്യത്തിലും തർക്കമില്ലാത്ത ഒരു സമയത്ത് കയറി വരുന്ന ഒരു സാഹചര്യം, അതൊന്നും ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. പഞ്ചായത്തിൽ 28/2/2024 കഴിഞ്ഞ മാസം ഫെബ്രുവരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം നടന്നു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം. അതിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്ത ആളുകളെ മിനിറ്റ്സിന്റെ കോപ്പിയാണ്. അതിന് മുമ്പ് 6/1/2024 ജനുവരി മാസം അദ്ദേഹം പങ്കെടുത്തിട്ടില്ല, രണ്ടാമത്തെ മാസം. 19/12/2023 നടന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം, ഈ 3 മാസത്തെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഇനി അത് മാത്രമല്ല, നവംബർ മാസത്തിലെ യോഗത്തിൽ പങ്കെടുത്തു, അതിനു മുമ്പ് ഒക്ടോബർ മാസത്തിലെ യോഗത്തിൽ പങ്കെടുത്തില്ല, അതിൻ്റെയും രേഖകൾ. അങ്ങനെ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും പലതവണ പഞ്ചായത്തിൽ 90 ദിവസം കൂടുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോർഡ് യോഗത്തിലോ ഒപ്പിട്ടില്ലെങ്കിൽ അയോഗ്യനാവുന്നതുകൊണ്ട് പാർട്ടി ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് മൂന്നാമത്തെ അവസാനത്തെ മാസത്തെ യോഗത്തിൽ ഒപ്പിടിപ്പിക്കുന്ന സംവിധാനം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരു യോഗത്തിൽ, ഭരണസമിതി യോഗത്തിൽ, പഞ്ചായത്തിന്റെ ബോർഡ് യോഗത്തിൽ 3-ാമത്തെ മാസം അദ്ദേഹം അയോഗ്യനാവുന്ന ഉറപ്പ് വന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ബോർഡ് യോഗത്തിൽ ഒപ്പിട്ട് അദ്ദേഹം ബോർഡ് യോഗത്തിൽ അജണ്ടകൾ ചർച്ച ചെയ്യിക്കാതെ ഒപ്പിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ, കാളാച്ചല്ല അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഒരു തരത്തിലും അവർക്കൊന്നും വില നൽകാതെ അവിടെ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കുപ്പിവെള്ളത്തിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുക, ഒരു കുപ്പിവെള്ള ഫാക്ടറിയുടെ. അതൊക്കെ ഞങ്ങൾ പല യോഗങ്ങളിലും ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും ഇദ്ദേഹം യോഗത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ജനങ്ങളെ വിടിയാതെ ഞങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്, അവിടെ ആ കുപ്പിവെള്ള പദ്ധതി ഒരു തരത്തിലും നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഒരു തരത്തിലും അതിനോട് യോജിക്കുന്നില്ല. അവിടെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള കുടിവെള്ളത്തിന്റെ വിഷയം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുപ്പിവെള്ള ഫാക്ടറി അവിടെ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിലപാടെടുക്കുന്ന UDF മെമ്പർമാരാണ്. ആ യോഗങ്ങളിൽ പോലും പല യോഗങ്ങളിലും അദ്ദേഹമില്ല. നിങ്ങൾക്ക് പഞ്ചായത്തിലെ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഏതൊക്കെ അജണ്ടയിൽ, ഏതൊക്കെ ബോർഡ് യോഗങ്ങളിലെ അജണ്ടകളിൽ ഈ പറയുന്ന കുപ്പിവെള്ള ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്നോ ആ അജണ്ടകളിലൊക്കെ അഭിപ്രായം പറയുന്നതിന് വേണ്ടി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പരിശോധിക്കും. മാധ്യമ സുഹൃത്തുക്കൾക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഞങ്ങളൊന്നും ഒരു കൊള്ളയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ വെട്ടികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അതിനൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണസമിതി പ്രസിഡന്റ് ഇന്നലെ കാണിച്ച ധിക്കാരപരമായിട്ടുള്ള തീരുമാനം, അതിനൊക്കെ ശക്തമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, കൃത്യമായ രീതിയിൽ പോകും. ചട്ടത്തിന്റെ രീതിയിൽ തന്നെ പോട്ടെ. അപ്പൊ അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊന്നും വില വെച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല. അതുപോലെ തന്നെ കൂട്ടി പറയുകയാണ്, പഞ്ചായത്തിന്റെ ഭരണം വളരെ മോശപ്പെട്ട രീതി. പാർലമെന്ററി പാർട്ടി 2 പാർലമെന്ററി പാർട്ടി ലീഡർമാരോട് ഉണ്ട്. വളരെ മോശപ്പെട്ട രീതിയിൽ പദ്ധതികളൊക്കെ ഒക്കെ അവതാളത്തിലായിക്കൊണ്ടിരിക്കും. മാർച്ച് മാസം ഇന്ന് 12-ാം തീയതി 31-ാം തീയതിയോട് കൂടിയിട്ട് പല പദ്ധതികളും അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒന്നും അവസാനിപ്പിക്കില്ല. പല പദ്ധതികളും അവിടെ എടുക്കുക. സ്പിൽ ഓവർ, കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾ പോലും ഈ വർഷം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജനങ്ങൾ നീറുന്ന വിഷയങ്ങൾ, FHSC മരുന്നിന്റെ ലഭ്യത, അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങൾ ജനങ്ങൾ ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊന്നും ഒരു തരത്തിൽ പരിഹാരം കാണാതെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയൊക്കെയുള്ള ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാവും. ഒരു സൂചനാപരമായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുന്നതെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് നടന്ന സംഭവവികാസങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമായ ഒരു രീതി തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് അംഗം തുടർച്ചയായി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം അയോഗ്യനാകാൻ സാഹചര്യമുള്ള ഒരു റിപ്പോർട്ടിംഗ് പഞ്ചായത്ത് സെക്രട്ടറി നടത്തുകയും അത് ഇലക്ഷൻ കമ്മീഷനെ അയക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വരികയും
ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കാതെ യോഗം നടക്കാത്ത സാഹചര്യം ഉണ്ടായി. പിന്നീട് നടന്ന ഭരണസമിതി യോഗത്തിൻ്റെ കാര്യങ്ങളാണ് ഹക്കീം സൂചിപ്പിച്ചത്. പഞ്ചായത്തിനകത്ത് ഒരു മെമ്പർ അയോഗ്യനാകണം എന്ന് ഞങ്ങളാരും ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ താല്പര്യപ്പെടുകയോ ചെയ്യുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഭരണസമിതി യോഗങ്ങളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കുക, തൻ്റെതായ അഭിപ്രായങ്ങൾ പറയുക, പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത് ഒരു പഞ്ചായത്ത് അംഗം തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ പഞ്ചായത്ത് അംഗത്തിന് നിരന്തരമായി അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും കൊണ്ട് തന്നെയാണ് പഞ്ചായത്തിനകത്ത് യോഗങ്ങളിലൊന്നും പങ്കെടുക്കാതിരിക്കുന്നത്. ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവർ തന്നെയാണ് പഞ്ചായത്തിനകത്ത് ഉദ്യോഗസ്ഥരുമായും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായി കലഹിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണം തന്നെ നല്ല രീതിയിൽ പോകാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അങ്ങനെ തുടർച്ചയായി യോഗങ്ങളിൽ വരാതിരിക്കുകയും പിന്നീടുള്ള യോഗങ്ങളിലൊക്കെ അവസാനത്തെ യോഗങ്ങളിലേക്ക് വന്നുപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇത് തീർത്തും ഒരു കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഒരു ഭരണ സംവിധാനമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഖേദകരവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുകയും ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാകാൻ സാഹചര്യമുണ്ടെന്നുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി കൃത്യമായി അറിയിക്കുന്ന നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തു. ആ നോട്ടീസൊന്നും കൈപ്പറ്റാതെ അദ്ദേഹത്തിന് രജിസ്ട്രേഡ് അയക്കേണ്ട ഒരു ഗതികേട് പോലും വന്നു പഞ്ചായത്തിന് എന്നുള്ളത് വളരെ ഖേദകരവും വളരെ ഗൗരവകരമായ കാര്യമാണ്. അത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തിന് യോഗത്തിലിരിക്കണമെങ്കിൽ റിസ്റ്റോറേഷൻ ലെറ്റർ കൊടുക്കുകയും അത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും ഉണ്ടായ സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് പിന്നീട് ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അനുമതി ഉള്ളത്. അതൊന്നും അജണ്ടയിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതൊന്നും ഗൗരവമായി ചർച്ച ചെയ്യുകയോ ചെയ്യാതെ തീർത്തും ഏകപക്ഷീയമായ ധിക്കാരപരമായ രീതിയിലേക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുള്ള നടപടി ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം UDF അംഗങ്ങൾ ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള വളരെയധികം പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് യോഗം ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയത്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. വരാൻ പോകുന്ന ഈ 10-20 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ പദ്ധതികൾ അവസാനിക്കുകയാണ്. ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടേണ്ട വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതി പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കാതെ ഒരു നാഥനില്ലാ കളരിയായി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ ചട്ടങ്ങൾക്ക്, പഞ്ചായത്ത് ആക്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ഈ പ്രവർത്തനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. പെരുന്നാളുകളിൽ ശക്തമായ സമരപരിപാടികളുമായി ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും വ്യക്തിഗതമായ കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്കുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ആലങ്കോട് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, UDF ഭരണസമിതി അംഗങ്ങൾ ഞങ്ങൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നടന്ന യോഗത്തിലെ ആദ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ചേർന്നത്. അതിൽ കൃത്യമായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ. ആ ഒരു യോഗത്തിൽ ആൾ വന്നിരുന്നപ്പോൾ തന്നെ പറഞ്ഞു, ഒപ്പിടാൻ വേണ്ടി ഒപ്പിട്ടപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ഇത് അയോഗ്യനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൾ യോഗത്തിൽ പങ്കെടുക്കാനോ ഒപ്പിടാനോ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞു അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ